ഫോൺ ചോർത്തൽ ആരോപണത്തിൽ PV അൻവറിനെതിരെ തെളിവില്ല. അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഫോൺ ചോർത്തൽ ആരോപണത്തിലാണ് അൻവറിനെതിരെ തെളിവില്ല എന്ന പോലീസിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തിയിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്? ഈ ഫോൺ ചോർത്തി എന്ന അൻവറിനെതിരെ ആരോപണം പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മലപ്പുറം ഡിവൈഎസ്പി പ്രാഥമിക അന്വേഷണം നടത്തി എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കേസെടുക്കാനാകുന്ന കുറ്റകൃത്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ഡിവൈഎസ്പിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ഈ കേസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PV അൻവറിനെതിരെ CBI അന്വേഷണം വേണമെന്ന ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആദ്യം അൻവർ തന്നെയാണ് താൻ ഫോൺ ചോർത്തിയത് എന്ന നിലപാട് പറഞ്ഞിരുന്നത്. തനിക്ക് അതിന് പ്രത്യേക സംവിധാനമുണ്ട്, താൻ അത്തരം കാര്യങ്ങൾ നടത്തി എന്നതൊക്കെയാണ് അൻവർ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ പോലീസ് അന്വേഷിച്ചിട്ട് ഇക്കാര്യത്തിൽ തെളിവില്ല എന്നതാണോ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്? ആജ്ഞ, തീർച്ചയായിട്ടും സജിത്ത് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഈ ഫോൺ ചോർത്തൽ സംവിധാനത്തെ കുറിച്ചാണ് നേരത്തെ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ അന്ന് പറഞ്ഞിരുന്നത്. അതേസമയം പിന്നീട് ഫോൺ ചോർത്തൽ സംവിധാനത്തെ കുറിച്ച് അറിവില്ലെന്ന് ഈ അൻവർ തന്നെ മൊഴി നൽകിയിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഫോൺ ചോർത്തൽ ആരോപണങ്ങളിൽ കോൾ ഇന്റർസെപ്ഷൻ ദുരുപയോഗം നടന്നിട്ടില്ല എന്ന് കാണിച്ചു വന്നു ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അൻവറിന്റെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ തെളിവില്ല എന്ന് മലപ്പുറം ഡിവൈഎസ്പി സർക്കാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അൻവറിനെതിരെ തെളിവില്ലെന്ന് പോലീസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തി. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഇതിൽ PV അൻവറിന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ നമുക്ക് വരുന്ന മിനിറ്റുകളിൽ പ്രതീക്ഷിക്കാം.